Praise the Lord. Hallelujah. Praise the Lord. Hallelujah. എല്ലാവർക്കും ഗ്ലോറി ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതത്തെ അറിയിക്കുന്നു. I welcome all of you to this Glory Fest program in the name of our Lord Jesus Christ. നമ്മുടെ പ്രോഗ്രാമുകൾ എല്ലാ ട്യൂസ്ഡേയും സാറ്റർഡേയും ഉച്ചതിരിഞ്ഞ് 2:30 മണിക്ക് ഹാർവസ്റ്റ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്നു. Our programs are telecasted through Harvest TV every Tuesdays and Saturdays at 2:30 p.m. ഈ പ്രോഗ്രാമുകൾ കാണുവാനും മറ്റുള്ളവരോട് പറയാനും നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. Please do watch our program and share it to all the people around. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്പോസ്റ്റൽ ജാക്സൺ ജെയിംസ് എന്ന ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ നിരന്തരം നമ്മുടെ പ്രോഗ്രാമുകൾ അതിൽ കാണാം. It is also good if you subscribe to our YouTube channel named Apostle Jackson James so that you can follow all our new upcoming videos. അതോടൊപ്പം തന്നെ നമുക്ക് സൂം മീറ്റിംഗുകൾ ആഴ്ചയിൽ പലവട്ടം നടക്കുന്നു. അതും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. Also you can participate in our Zoom meetings through the number that is given below. പ്രാർത്ഥനയുടെ ആവശ്യങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കാം. You can also contact us for prayer through the number that is given below. Hallelujah. Hallelujah. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Let's raise our voice and say hallelujah. 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 ദൈവം വിശ്വസ്തനാണ്. God is faithful. ദൈവം തന്റെ വാക്ക് മാറുന്നില്ല. God will never change his word. ഹല്ലേലൂയ. ലോകം മാറാം, ഹല്ലേലൂയ, സാഹചര്യങ്ങൾ മാറാം, പക്ഷെ തന്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല. The world might change, the situations might change, but God's word will never change. ഹല്ലേലൂയ. Hallelujah. ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതിനൊട്ടും മാറ്റമില്ല. If God has told something to you, that will never change. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. God's promises will never change. ഹല്ലേലൂയ. Hallelujah. സാഹചര്യങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞേക്കാം. The situations might turn around a bit, പക്ഷേ ദൈവം മാറുന്നില്ല. but God will never change. ഇന്ന് ചിലരോട് ദൈവാത്മാവ് ഇടപെടുന്നു. God is saying to someone, ദൈവത്തിന്റെ വാക്ക്, നിങ്ങളോട് പറഞ്ഞ വാക്കിന് അവൻ മാറ്റം വരുത്തിയിട്ടില്ല. whatever God has spoken to you, God has never changed on it. ചില സമയത്ത് ചില വർഷങ്ങൾ നീണ്ടുപോയത് കൊണ്ട് നിങ്ങൾ ചിന്തിക്കുകയാണ് ദൈവത്തിന്റെ ചില വാക്കുകൾ മാറിപ്പോയെന്ന്. You might be thinking because few years have passed by, God would have changed his word to you. പക്ഷേ അതങ്ങനെയല്ല. But it is not like that. ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റമേ ഇല്ല. God's word never changes. എബ്രായ ലേഖനം പറയുന്നു, As in Hebrews it says, ദൈവം ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യൻ തന്നെ. God is faithful yesterday, today and forever. നിങ്ങളെക്കുറിച്ച് ദൈവം തന്റെ പദ്ധതി ഒരുക്കിയത് ഇന്നും ഇന്നലെയും അല്ല. The plans that he has made for you, he has not started it yesterday or today. ദൈവം ഇന്നോ ഇന്നലെയോ അല്ല ആ പ്ലാൻ തുടങ്ങിയത്. He has not started it yesterday or today. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി ആരംഭിച്ചത് ഇന്നലെ പെട്ടെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോഴല്ല. The promises or the plans that God has for you hasn't started just yesterday when someone prophesied over you. അത് ഇന്നലെ പ്രവചിച്ചെന്നേ ഉള്ളൂ. That is just because someone prophesied over you. പക്ഷെ അത് ലോക സ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെക്കുറിച്ച് ദൈവം ഇട്ട പദ്ധതിയാണ്. But that has been said before the foundations of this earth were being laid. ആ പദ്ധതിയിലോട്ട് നമ്മൾ കയറുകയാണ് ആവശ്യം. You have to enter to that God's plan. Hallelujah. ആ പദ്ധതിക്കകത്താണ് നമ്മുടെ സുരക്ഷ. The safety lies in that particular plan of God. ആ പദ്ധതിക്കകത്താണ് നമ്മുടെ സുരക്ഷ. The safety and security lies inside of that God's plan. ദൈവം നമ്മളെക്കുറിച്ച് ഇട്ടിരിക്കുന്ന ബ്ലൂ പ്രിന്റിന്റെ അകത്താണ് നമ്മുടെ സുരക്ഷ. Our safety lies inside the blueprint of God. ആ പ്രോമിസിന്റെ അകത്താണ് നമ്മുടെ സുരക്ഷ. Your safety lies inside that promise of God. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ അകത്താണ് നമ്മുടെ സേഫ്റ്റി. Our safety lies inside of God's promise. പലരും ഇന്ന് അസ്വസ്ഥതയിലായിരിക്കുന്നത് അവർ പ്രാർത്ഥിക്കാത്തതുകൊണ്ടോ കരയാത്തതുകൊണ്ടോ അല്ല. Most of the people are worried not because they don't pray or fast. Hallelujah. Hallelujah. പക്ഷേ അവർ വാഗ്ദത്തത്തിന്റെ വെളിയിലാണ്. Because they're outside of God's promise. അവർ കരയുന്നത് വാഗ്ദത്തത്തിന്റെ വെളിയിൽ നിന്നാണ്. They're crying outside of God's promises. അവർ നിലവിളിക്കുന്നത് ദൈവത്തോടാണ്, പക്ഷേ വാഗ്ദത്തത്തിന്റെ വെളിയിൽ നിന്നിട്ടാണ്. They yell in God's promise, but they're actually out of God's promise. കാര്യമില്ല. There is no point. ആ സഫറിംഗ് തുടർന്നുകൊണ്ടേയിരിക്കും. That sufferings will continue. ആ നിലവിളി തുടർന്നുകൊണ്ടേയിരിക്കും. Those yellings will continue. നിങ്ങളുടെ സുരക്ഷ ഇരിക്കുന്നത് Your security lies വാഗ്ദത്തത്തിന്റെ അകത്താണ്. Promises of God. Amen. അനേക കരച്ചിലുകളെക്കാൾ എത്രയോ നല്ലതാണ് വാഗ്ദത്തത്തിലോട്ട് പോയി കയറുന്നത്. It is much better than so much of your sorrow and crying to be in the promises of God. നമ്മുടെ സഭകൾ പലപ്പോഴും Our churches most of the times ഫോക്കസ് ചെയ്യുന്നത് കരയുന്നതിനാണ്. focuses on crying. ഫോക്കസ് ചെയ്യുന്നത് പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിക്കാനാണ്. Focuses on prayer requests. പക്ഷെ അത് അങ്ങനെയല്ല. But that is not like that. The will of God. The will of God. നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള വാഗ്ദത്തം, the promises of God in your life, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എഴുതിയ പദ്ധതി, the plans that God has written for you for your life, അതിനോട് തുല്യമല്ല പ്രാർത്ഥന. It is not equivalent to that. The prayer is not equivalent to that.
അതിനോട് തുല്യമല്ല ഒരു കരച്ചിലും നിലവിളിയും. Nothing is equivalent to any sorrow or pain or crying. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വാഗ്ദത്തത്തിലേക്ക് കയറണം. So today you have to enter to God's promises. അതിന്റെ അകത്തെല്ലാം റെഡിയാണ്. Everything is ready in God's promises. അതിന്റെ അകത്തെല്ലാം റെഡിയാണ്. Everything is already ready. പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലും ഇല്ല അതിന്റെ You don't അകത്ത്. even have to pray for it. അതിന്റെ അകത്ത് കയറിയാൽ If you enter into it, പിന്നെ പ്രാർത്ഥന എന്നത് then prayer becomes ദൈവവുമായിട്ടുള്ള സമയം ചെലവഴിക്കൽ മാത്രമായി മാറും. just spending time with God. യെസ്, നിങ്ങൾ അതിന്റെ അകത്ത് കയറാത്തത് കൊണ്ടാണ്. It's because you don't enter to God's promise. നിങ്ങൾ അതിന്റെ അകത്ത് കയറാത്തത് കൊണ്ടാണ് It's because you don't enter to God's promise നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ ഉള്ളത്. that you have prayer requests. ഞാൻ ഒരു വാക്യം എടുക്കാൻ പോവാണ്. So I'm going to take a word. യോശുവയുടെ പുസ്തകം Joshua chapter 24:13. 24 verses 13. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. It is written like that. So I gave you a land on which you did not toil, and cities you did not build, and you live in them and eat from the vineyards and olive groves that you did not plant. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധ്വാനിക്കാത്ത ലാൻഡിൽ നിങ്ങൾ കയറിയിരിക്കുന്നു, നിങ്ങൾ അധ്വാനിക്കാത്ത പട്ടണങ്ങൾ നിങ്ങൾ അവകാശമാക്കിയിരിക്കുന്നു, നിങ്ങൾ അധ്വാനിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോപ്പുകളിൽ നിന്ന് നിങ്ങൾ കഴിക്കുന്നു. So basically you eat from the land that you have not soiled and the vineyards that you have not planted. ആമേൻ, ഹല്ലേലൂയ. Amen, hallelujah. ഇത് എഴുതിയിരിക്കുന്നത് കനാനെ കുറിച്ചാണ്. It is written about the Canaan. ഇത് എഴുതിയിരിക്കുന്നത് കനാൻ നാടിനെ കുറിച്ചാണ്. It is written about the Canaan. ഹല്ലേലൂയ Hallelujah. എന്ന് പറഞ്ഞ വാഗ്ദത്തത്തിനെ കുറിച്ചാണ്. Which means it is talking about the promise. വാഗ്ദത്തത്തിന്റെ അകത്ത് കയറിയാൽ If you enter to God's promise, കാര്യം സിമ്പിൾ ആണ്. it is very simple. എല്ലാരും പറ സിമ്പിൾ ആണ്. Everyone say it is simple. ഹല്ലേലൂയ. Hallelujah. ഒരു മത്സ്യം A fish. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നീന്താൻ ശ്രമിക്കുന്നത്? Have you ever seen a fish trying to swim? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു മീൻ നീന്താൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ടോ? Have you ever seen a fish trying to swim? അവിടെ ട്രൈയിങ് എന്നുള്ള വേർഡ് ഒന്ന് എംഫസൈസ് ചെയ്ത് പറഞ്ഞു. Have you ever seen a fish trying to swim? നോ. No. മത്സ്യം നീന്തുകയാണ്, നീന്താൻ ശ്രമിക്കുകയല്ല. The fish always swims. It doesn't try to swim. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പക്ഷി പറക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ടോ? Have you ever seen a bird trying to fly? നോ. No. കണ്ടിട്ടില്ല. No. പക്ഷി പറക്കുകയാണ്. The bird flies. പക്ഷി പറക്കാൻ ശ്രമിക്കുകയല്ല. The bird doesn't try to fly. അപ്പൊ നിങ്ങൾ ഇപ്പോഴും ജീവിക്കാൻ വേർത്ത് കുളിച്ച് ശ്രമിച്ച് അധ്വാനിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ അതിന്റെ സിമ്പിൾ കാരണം നിങ്ങൾ ഏതന്റെ പുറത്ത് വന്നു, നിങ്ങൾ വാഗ്ദത്തത്തിന്റെ പുറത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. It's the reason that you struggle to live your everyday life, you sweat and you pain. It's just because you're out of Eden, you're out of God's promise. അതുകൊണ്ടാണ് ആദാം വാഗ്ദത്തത്തിന്റെ ഏദന്റെ വെളിയിലോട്ട് ആദാമിനെ എൻ്റർ ചെയ്യിപ്പിക്കുന്നതിന് മുൻപ് ദൈവം പറഞ്ഞു ഇനി മുതൽ നീ വേർക്കുമെന്ന്. So God, before even Adam was out of the garden, God told Adam that you're going to be in pain, that you're going to sweat just because he was out of Eden. വേർപ്പ് കനാനിന്റെ വെളിയിലെത്തിയതിന്റെ റിസൾട്ട് ആണ്. The sweat is a result that Adam was out of Eden. വേർപ്പ് അത് നീ ഏതന്റെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ വാഗ്ദത്തത്തിന്റെ അവസ്ഥയുടെ വെളിയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. Sweat and pain is the result that you're out of Eden, that you're out of God's promise. ഏതന്റെ അകത്ത് Inside of Eden, ആദാമിനോട് ദൈവം പറഞ്ഞത്, God told Adam, നീ ഇതിനെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കി നടത്തുക എന്നാണ്. You just look after Eden. വേർക്കുക എന്നല്ല. He didn't ask Adam to sweat. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. കഠിനാധ്വാനം ചെയ്ത് ജീവിക്കാൻ എങ്ങനെയും ജീവിക്കാൻ നോക്കാൻ അല്ല പറഞ്ഞത്. God didn't tell Adam to somehow survive and strive and look after Eden. No, he didn't. Struggling ഒരു എററാണ്. Struggling is an error. Struggling ഒരു എററാണ്. Struggling is an error. പക്ഷി പറക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നെങ്കിൽ അത് പക്ഷി അല്ല, അത് അതിന്റെ റലത്തിലല്ല. If a bird is trying to fly, it is not in his realms. പക്ഷി ആകാശത്തിൽ ഒരിക്കലും പറക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നില്ല. A bird doesn't struggle in the air to fly. പക്ഷെ പക്ഷിയെ ഒരു കൂട്ടിലിട്ടാൽ അവൻ സ്ട്രഗിൾ ചെയ്യും. But when a bird is put inside of a cage, it struggles. അപ്പൊ കേജ് അവന്റെ റലമല്ല. Because cage is not its realms. അവന്റെ റലം ആകാശമാണ്. Because its realms are in the air. Power. നിന്റെ റലത്തിന്റെ അകത്ത് നീ കയറിയിട്ടില്ല.
You have not entered into the realms. നിന്റെ കനാനിൽ നീ കയറിയിട്ടില്ല. You have not entered the Canaan. നിന്റെ വാഗ്ദത്തത്തിൽ നീ കയറിയിട്ടില്ല. You have not entered your promised അതാണ് land. നീ സ്ട്രഗിൾ ചെയ്യുന്നത്. And that is the reason that you struggle. ഒരു മത്സ്യം സ്ട്രഗിൾ ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? Do you know when a fish struggles to swim? അത് തന്റെ അന്തരീക്ഷമാകുന്ന വെള്ളത്തിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ, When it is out of the atmosphere. അവൻ ജീവിക്കാൻ പെടയ്ക്കുന്നത് എപ്പോഴാണെന്ന് You അറിയാമോ? know when it struggles. അവൻ വെള്ളത്തിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ, When it is out of the water. പവർ. ഇന്ന് ഞാൻ നിങ്ങളോട് ദൂത് പറയുന്നു. I'm telling you something today. നിങ്ങൾ നിങ്ങളുടെ റലത്തിലേക്ക് കയറുക. You have to enter to the realms. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം പോലും അതിന്റെ അകത്ത് ഇല്ലാതായി Even പോകും. you will not have your prayer request inside of it. ഞാൻ പ്രവചിക്കുന്നു, I'm prophesying over you. നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ ഇല്ലാതാകും. You will not have prayer requests in your life. നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോപ്പുകൾ നിങ്ങൾക്ക് അവകാശമാകും. The vineyards you have not planted, God is going to give you. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എൻജോയ്മെന്റിലേക്ക് കയറാൻ പോവുകയാണ്. Your life is becoming to become enjoyment. എല്ലാവരും every പറഞ്ഞു day. എൻജോയ്മെന്റ് ആണ് ദൈവത്തിന്റെ ഹിതം. God loves enjoyment. That is God's plan. സ്ട്രഗിളിംഗ് ദൈവത്തിന്റെ ഹിതമല്ല. Struggle is not God's plan. സ്ട്രഗിൾ ദൈവത്തിന്റെ ഹിതമല്ല. Struggle is not God's will. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ലൂബ്രിക്കഫേനിയാറ്റോസിയ. യോശുവയും കാലേബും പറഞ്ഞു, Joshua and Caleb said, ദൈവം നമുക്ക് തരാൻ പോകുന്ന ദേശം, what God is going to give us, അത് എക്സീഡിംഗ്ലി ഗുഡ് ആണ്. that is exceedingly good. അത് ഭയങ്കര നല്ലതാണ്. That is too good. ഹല്ലേലൂയ. Hallelujah. അതിന്റെ അകത്ത് നമ്മൾ ആസ്വദിക്കാൻ പോവുകയാണ്. We're going to have fun and enjoy in it. ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനം പറയുന്നു, In Peter chapter it says, ദൈവം നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്നിരിക്കുന്നു. God has given us everything for faith. തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നു, In Timothy it says, ദൈവം നമുക്ക് എൻജോയ്മെന്റിനായിട്ട് എല്ലാം തന്നിരിക്കുന്നു. God has given us everything for enjoyment. ഹല്ലേലൂയ. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. Let's read that verse together. 1 തീമോഥെയോസ് 6:17 നമുക്കൊന്ന് വായിക്കാം. 1 Timothy chapter 6 verse 17. Okay, you can read that. Command those who are rich in this present world not to be arrogant, not to put their hope in wealth, which is so uncertain, but to put their hope in God, who richly provides us with everything for our enjoyment. നമ്മുടെ എൻജോയ്മെന്റിനായിട്ട് എല്ലാം ദൈവം സപ്ലൈ ചെയ്തെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. Here it says that God has given us everything for our enjoyment. സ്ട്രഗിളുകൾ ബ്രേക്ക് ആകണം. Let's break all the struggles. എന്നോട്ടാണ് സ്ട്രഗിൾ തുടങ്ങിയത്? When did the struggle start? മനുഷ്യനായപ്പോഴാണ് സ്ട്രഗിൾ തുടങ്ങിയത്. When the heavenly being became the normal person. Hallelujah. സ്പിരിച്വൽ പേഴ്സൺ എപ്പോൾ നോർമൽ പേഴ്സൺ ആയോ, ജഡിക പേഴ്സൺ ആയോ, അന്ന് തൊട്ടാണ് സ്ട്രഗിൾ ആരംഭിച്ചത്. When the spiritual person, when that became the normal person, the struggle started happening. Hallelujah. Hallelujah. സ്ട്രഗിൾ ഒരു എറർ ആണ്. Struggle is an error. സ്ട്രഗിൾ ഒരു എറർ ആണ്. Struggle is an error. നിങ്ങളൊന്ന് എന്റെ കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ, എനിക്ക് സ്ട്രഗിൾ ചെയ്യണ്ട. Come on, tell us with us that I don't want to struggle. സ്ട്രഗിളിനെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. I cancel the struggle. പറ, സ്ട്രഗിളിനെ ക്യാൻസൽ ചെയ്യുന്നു. We cancel the struggle. ഉറക്കെ വിളിച്ച് പറ, സ്ട്രഗിളിനെ ക്യാൻസൽ Say ചെയ്യുന്നു. loudly, we cancel the struggle. പക്ഷേ ഇത് പറഞ്ഞാൽ മാത്രം പോരാ. It's not just that we're saying this. നിങ്ങൾ വാഗ്ദത്തത്തിൽ You കയറണം. have to enter. വാഗ്ദത്തത്തിന്റെ അകത്ത് Inside of God's promise, ദൈവം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. God has set up everything inside of it. ഹല്ലേലൂയ. Hallelujah. ആദാമിനെ Adam, ഏദനിൽ ഉണ്ടാക്കുന്നതിന് മുൻപ്, before God creating Adam inside of Eden, അതിനു മുൻപ് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ആദാമിനെ ഉണ്ടാക്കിയത്. before that God has set up everything before Adam. ആദാമിനെ ഉണ്ടാക്കിയിട്ടല്ല ആദാമിന് വേണ്ടി വെള്ളം ഉണ്ടാക്കിയത്. It is not after creating Adam that God created water for him. ആദാമിനെ ഉണ്ടാക്കിയതിന് ശേഷമല്ല ആദാമിന് വേണ്ടിയ ഫ്രൂട്ടും ട്രീയും മരങ്ങളും വൃക്ഷങ്ങളും ഉണ്ടാക്കിയത്. It is not after creating Adam that God created fruits and vegetables and whatever that is needed for him. ആദാമിനെ ഉണ്ടാക്കിയതിന് ശേഷമല്ല താൻ കഴിക്കേണ്ട ഭക്ഷണ സാധനങ്ങളും പച്ചക്കറികളും ഉണ്ടാക്കിയത്. It was not after creating Adam that God built fruits and vegetables and everything that is needed for his survival. എല്ലാം ആദാമിന് വേണ്ടിയതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷമാണ് ആദാമിനെ ഉണ്ടാക്കിയത്.
God built everything that is needed for Adam before even creating Adam. അതാണ് ഈഡനിക് റെലം. That is the Edenic realm. അതാണ് ഏദന്റെ റെലം. That is the realm of Eden. അതാണ് വാഗ്ദത്തത്തിന്റെ റെലം. That is the realm of promises of God. അതാണ് വാഗ്ദത്തത്തിന്റെ ക്ലൈമറ്റ്. That is the climate of God's promise. അതാണ് ഹെവൻലി പ്ലാൻ. That is the heavenly plan of God. ഹല്ലേലൂയ. Hallelujah. ചിലർ ഇപ്പോഴും ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Some people are still searching for jobs. ചിലർ സമ്പത്തില്ലാതെ Some കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. people are still struggling financially. ഞാൻ പറയുന്നു വാഗ്ദത്തത്തിൽ കയറുക. I'm telling you to enter to God's ഞാൻ promise. പറയുന്നു വാഗ്ദത്തത്തിൽ എൻ്റർ ചെയ്യുക. I'm telling to enter into God's promise. വാഗ്ദത്തത്തിൽ എൻ്റർ ചെയ്യുക. Enter to God's promise. ഹെവൻലി റെലത്തിൽ എൻ്റർ ചെയ്യുക. Enter to heavenly realms. അതിന്റെ അകത്ത് എല്ലാം സെറ്റാണ്. Everything is set inside of that. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ദൈവത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ദൈവം വിശ്രമിച്ചു. That is what it is said about God, that God rests. ഹല്ലേലൂയ. Hallelujah. എല്ലാവരും പറഞ്ഞ ദൈവം റെസ്റ്റ് എടുക്കുകയാണ് God is taking rest. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ളതെല്ലാം ഒരു ആത്മതലത്തിൽ ഒരുക്കി ഇട്ടിട്ട് ദൈവം ഉറങ്ങുകയാണ്. Which means God has set up everything in the heavenly realms for you and God is taking rest. അതുകൊണ്ടാണ് അക്കരയ്ക്ക് പോകാം എന്ന വാക്ക് വന്നതിന് ശേഷം യേശു ബോട്ടയിൽ ഒന്ന് മയങ്ങി. That is what God told Jesus, that to cross the shore, and he slept inside of the boat. യേശു പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം. Jesus said that let's go to the other shore. So the word release ആയി കഴിഞ്ഞു. So the word is released already. Word release ആയി കഴിഞ്ഞു. So the word is released already. ഹിതം റിലീസ് ആയി കഴിഞ്ഞു. God's will is released already. അപ്പോൾ ഒരിക്കൽ ഹിതം റിലീസ് ആയി കഴിഞ്ഞാൽ So once when the will of God is released, ആ ഹിതത്തിൽ ശിഷ്യന്മാർ നമ്മളെ പോലെ ശിഷ്യന്മാർ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ, so if God's apostles, if they take the step as per the word of God, പിന്നെ അതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. then there is no need of any prayers in that. അതുകൊണ്ടാണ് യേശു ഹിതത്തിൽ സ്റ്റെപ്പ് ചെയ്തുകൊണ്ടാണ് ഒന്ന് മയങ്ങിയത്. And because Jesus stepped in God's will, that is why he slept in the പക്ഷേ boat. ആ വാക്ക് വന്നതിന് ശേഷവും ഹല്ലേലൂയ ദൈവിക ഹിതം വന്നതിന് ശേഷവും പിശാച് നിങ്ങളെ അസ്വസ്ഥമാക്കാൻ നോക്കാം. But even after God released his will over our lives, still the Satan can make us worried and tensed. പിശാച് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ നോക്കാം. Satan can make you confused. പക്ഷെ ആ കൺഫ്യൂഷന്റെ നടുവിൽ But in the midst of the confusion, നിങ്ങൾ വാഗ്ദത്തത്തിലാണെങ്കിൽ, if you are in the promises നിങ്ങൾ of God, വാഗ്ദത്തത്തിന്റെ റൂട്ടിൽ if സഞ്ചരിക്കുകയാണെങ്കിൽ, you're traveling in the route of God's promises, നിങ്ങൾ ആ അലൈൻമെന്റ് നിൽക്കുകയാണെങ്കിൽ, if you're in the alignment of God's, നിങ്ങൾ അലറണ്ട, you don't have to scream, നിങ്ങൾ നിലവിളിക്കണ്ട. you don't have to yell. അതുകൊണ്ടാണ് ശിഷ്യന്മാർ നിലവിളിച്ചപ്പോൾ യേശു അസ്വസ്ഥനായത്. And that is when the apostles yelled out, Jesus became irritated. നിങ്ങളുടെ നിലവിളി കണ്ട് യേശു ഇപ്പോൾ അസ്വസ്ഥനാണ്. God is being irritated seeing your crying and yelling. Yes. സഭ പഠിപ്പിച്ചു. The church has taught us. സഭ നമ്മളെ പഠിപ്പിച്ചു. The church has taught us. കരയുക, Cry, അലറുക, yell, നിലവിളിക്കുക, scream. ഇച്ചിരൂടെ അലറി വിളിക്കുക. Scream at the loudest of your voice. ഞാൻ പറയുന്നു ചെയ്യരുത്. I'm saying no, don't do it. നിങ്ങൾ വാഗ്ദത്തത്തിന്റെ വെളിയിലാണെങ്കിൽ ചെയ്തോളുക. If you're outside of God's promise, go ahead, do it. നിങ്ങൾക്ക് കുറച്ചുകൂടെ വാഗ്ദത്തത്തിന്റെ വെളിയിൽ തുടരാനാണ് താല്പര്യമെങ്കിൽ വീണ്ടും അലറുക. If you are planning to continue outside of God's promises for some more time, then do it. പക്ഷേ ദൈവത്തിന്റെ വാക്കിൽ മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, But if you've started to move in the will of God, എത്ര പിശാച് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ however നോക്കിയാലും the Satan tries to confuse you, നിങ്ങൾ അലറേണ്ട കാര്യമില്ല. you don't have to yell or scream. സിയോൻ പർവ്വതം പോലെ നിങ്ങൾ ഉറച്ചു നിൽക്കണം. You will be strong like the Mount of Zion. പർവ്വതം പോലെ ഉറച്ചു നിൽക്കണം. You will be strong like that Mount Zion. ഹല്ലേലൂയ, ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. അതിന്റെ അകത്ത് പിന്നെ നിങ്ങൾ ദൈവത്തെ സംശയിക്കേണ്ട You കാര്യമില്ല. don't have to doubt God again in that. ഹല്ലേലൂയ. Hallelujah. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? How many of you understand today? ഹല്ലേലൂയ. Hallelujah. ഇന്നത്തെ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless you with this എത്രയും word. പെട്ടെന്ന് ഹെവൻലി റെലത്തിൽ എൻ്റർ ചെയ്യുക. Enter to God's promises and heavenly realms. എത്രയും പെട്ടെന്ന് ഈഡനിക് റെലത്തിൽ എൻ്റർ ചെയ്യുക. Enter to Edenic realms fast. ഹല്ലേലൂയ. Hallelujah. എത്രയും പെട്ടെന്ന് വാഗ്ദത്തത്തിന്റെ റേഞ്ചിൽ യാത്ര ആരംഭിക്കുക. You start your walk in the range of God's promises. ഹല്ലേലൂയ. Hallelujah. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. I'm going to pray over you. തുടർന്ന് ഒരു ചെറിയ ടെസ്റ്റിമണി നിങ്ങൾ കാണും. We also have a testimony to hear. അത് കാണുമ്പോൾ നിങ്ങൾ സൗഖ്യമാകും. You're going to be delivered and healed after seeing that. കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Lord, we pray for this
this people, Lord. അവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. We bless them in the name of അവരുടെ മേൽ ദൈവിക പ്രോമിസിനെ റിലീസ് We ചെയ്യും. promise God's, we release God's promises over them. Lord. അതിന്റെ അകത്ത് അവർക്കായിട്ടുള്ളതെല്ലാം ഒരുക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. Everything is set inside of God's promises. ഇനി ഒന്നും ഉണ്ടാക്കാനായിട്ടില്ല. They don't have to create anything new. ആത്മമണ്ഡലത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു എന്നതുകൊണ്ടാണ് എഫേസ്യ ലേഖനം പറഞ്ഞത്. We are already blessed in the heavenly realms. ഹെവൻലി റലത്തിന്റെ അകത്ത് ഞങ്ങൾ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു. We are blessed inside of the heavenly realms. എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. God has created everything for us. ദൈവം വിശ്രമിക്കുന്നു. God is resting. ഇവരുടെ അകത്തേക്ക് ആ വിശ്രമം റിലീസ് ചെയ്യുന്നു. We release the rest over these people in the ആ വിശ്രമത്തെ റിലീസ് ചെയ്യുന്നു. We release the rest over these വാഗ്ദത്തത്തിന്റെ വെളിയിൽ നിൽക്കുന്ന ചിലർ ഇപ്പോൾ വാഗ്ദത്തത്തിന്റെ അകത്ത് എൻ്റർ ആകട്ടെ. people who are outside of God's promise. May they enter into God's promises. I bless them. I bless them യേശുവിന്റെ നാമത്തിൽ. in the name of Jesus. Amen. 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 ആമേൻ. അസ്മാരോഗത്തെ കുറിച്ച് പറയാനുള്ളത്, എനിക്കിപ്പോ 57 വയസ്സ് പ്രായമുണ്ട്. എൻ്റെ 16ാമത്തെ വയസ്സിൽ ഞാൻ SLC പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് ഒരു ദിവസം എൻ്റെ വീട്ടിലെ ഒരു റൂമിനകത്ത് വെച്ച് എനിക്ക് പതുക്കെ ശ്വാസം മുട്ടൽ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ആ 16 വയസ്സിൽ തുടങ്ങിയിട്ട് ഈ 57 വയസ്സ് വരെ അത് തുടർന്നുകൊണ്ടിരിക്കുകയത്. അതായത് ആദ്യ കുറെ കാലങ്ങളിലൊക്കെ ഞാൻ ഗുളികകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അത് കുറെ കഴിഞ്ഞപ്പോഴാണ് ഇൻഹീലറിലേക്ക് ഒക്കെ ആൾക്കാർ കടന്നു തുടങ്ങിയത്. അന്ന് തുടങ്ങി. കൃത്യം എണ്ണാനൊന്നും പറയല, എങ്കിലും ഒരു മാസത്തില് ഒരു ഇൻഹീലർ എങ്കിലും വെച്ച് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് ചില ദിവസങ്ങളിൽ ഒന്നായിരിക്കും, 2ആയിരിക്കും, 3ആയിരിക്കും. അതില്ലാതെ ഒരു ജീവിതം എനിക്കില്ല. കാരണം എൻ്റെ വീടിന്റെ ഓരോ മുറിയിലും, അതുപോലെ ഞാൻ പുറത്തു പോകുമ്പോൾ എൻ്റെ ബാഗുകളിലെല്ലാം ഞാനത് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറി പോയി ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സമയത്ത് പോലും ശ്വാസം മുട്ടി വീണു പോകുന്ന അവസ്ഥയിലാണ് എൻ്റെ ജീവിതം. ഒരു 10 കാഴ്ചയോടെ ഒന്നും നടക്കാനോ ഒരു കയറ്റം കയറാനോ എനിക്ക് പറ്റിയല്ല. ആ തരത്തില് 41 വർഷം ഈ ശ്വാസം മുട്ടലുമായിട്ട് ഞാൻ നടക്കുന്ന വ്യക്തിയാണ്. അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന്. അതിപ്പോ ഓരോ ഘട്ടം കഴിയുന്തോറും ഇതിന്റെ അളവ് കൂടിക്കൂടിയാ വരുന്നത്. അപ്പൊ എന്നും ഞാൻ ഭയപ്പെട്ടാ ജീവിച്ച്. ഇതിഞ്ഞി ഈ മരുന്നെല്ലാം നിന്നു പോകും, ശ്വാസം മുട്ടി മരിക്കുകയുള്ളല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ പല അനുഭവങ്ങളിൽ കൂടെ പല സ്ഥലങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല ദൈവദാസന്മാരും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരിക്കലും സൗഖ്യം കിട്ടിയിട്ടില്ല. പക്ഷെ എങ്കിലും ഈ ജാക്സൺ ബ്രദറിന്റെ ഈ സൂം മീറ്റിങ്ങിനകത്ത് കയറിയ സമയം മുതൽ എൻ്റെ ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. കൊച്ചിയിലെ റെയ്നാഡ് ബോങ്കെ വന്ന ഏകദേശം വർഷം എത്രയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ആ കാലത്ത് ഞാനും കുടുംബമായിട്ട് അവിടെ പോയി ആ പ്രാർത്ഥനകളിൽ എല്ലാ ദിവസവും ഉണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം പങ്കെടുത്തു. ആ സമയത്ത് ഇതുപോലെ നേരിട്ട് ചെന്ന് റെയ്നാഡ് ബോങ്കയുടെ മുമ്പിൽ ചെന്ന് നിന്ന് പുള്ളിയോട് ശ്വാസം മുട്ടലിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല പറഞ്ഞ്, എൻ്റെ തലയിൽ കൈ വെക്കുമ്പോൾ ഞാൻ, ദൈവമേ ഈ രോഗം എനിക്ക് ഇന്ന് സൗഖ്യമാവണേ എന്ന് പറഞ്ഞാണ് ആ ദേവദാസന്റെ മുമ്പിൽ പോയി നിന്നത്. പുള്ളിയെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്ക് സൗഖ്യമായില്ല. പക്ഷെ ഞാൻ അവിടെ നോക്കി നിൽക്കി ചെയ്ത് കാലില്ലാത്ത കുട്ടിയുടെ കാല് വളർന്നു വരുന്നത് വരെ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക. പക്ഷെ എന്നിട്ടും എനിക്ക് അത്ഭുതം പ്രാപിക്കാൻ പറ്റിയില്ല. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നിപ്പോ 8ാമത്തെ ദിവസമാണ്, അതോ 7ആണോന്ന് കൃത്യമായിട്ടല്ല, കാരണം തലേ ദിവസം ഞാൻ മരുന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 7ആണോ 8ആണോ ഈ ദിവസമായിട്ട് ഇത്രയും ദിവസത്തിനകം ഞാൻ ഒരു പ്രാവശ്യം പോലും ആ മരുന്ന് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു അനുഭവം ആന്റി പറയുന്നത് 41 വർഷത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടില്ല. ഡെയിലി 1ൽ കൂടുതൽ തവണ മരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് ആന്റി. അല്ലെങ്കിൽ ആന്റിക്ക് ശ്വാസം മുട്ടുമെന്നാണ് പറഞ്ഞത്, അല്ലേ ആന്റി? അങ്ങനെയല്ലേ? അതെ അതെ അതെ. ഡെയിലി അതായത് 1 കൂടുതൽ കളക്ട് ചെയ്ത് വെച്ചേക്കണത് ഒന്ന് കാണിക്കണമെങ്കിൽ ഞാൻ കാണിക്കാം. അത് കണ്ടെങ്കിൽ ആർക്കെങ്കിലും ആണോ? എന്നാ ഒന്ന് കാണിച്ചാട്ടെ, ആന്റി എടുത്തോണ്ട് പോ. ആന്റി ഇപ്പം താന് വലിച്ചുകൊണ്ടിരിക്കുന്ന വേറെ എല്ലാ മുറിയിലും ഉണ്ട്, എല്ലാ മുറികളിലും ബാഗിലും വേറെ ഉണ്ട്. ഇതൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇത് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് താൻ വെച്ചിരിക്കുകയാണ്. എന്തോ ഇൻഹെയിലർ അല്ലേ ആന്റി? ഇൻഹെയിലറാ. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുന്ന മരുന്നുകളാ എനിക്ക് വലിക്കാൻ വേണ്ടി. ആന്റി ഇൻഹെയിലർ ഓരോ റൂമിലും, അല്ലേ? അങ്ങനല്ലേ ആന്റി? ഓരോ റൂമിലും സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്.
കാരണം പെട്ടെന്ന് തലേണയുടെ അടിയില് ആ കിടക്കുന്ന സമയത്ത് തലേണയുടെ അടിയില് ഇൻഹേലർ കാണും, അല്ലാതെ ഉറങ്ങാറില്ല. കാരണം താഴേക്ക് പെട്ടെന്ന് പുറത്ത് എവിടെ ആന്റിക്ക് പോയാലും പെട്ടെന്ന് ആന്റിക്ക് ശ്വാസം മുട്ടുവാണെങ്കിൽ ഏത് റൂമിൽ വെച്ചാണോ ശ്വാസം മുട്ടുന്നത് അപ്പൊ പെട്ടെന്ന് എടുത്ത് വലിക്കാൻ വേണ്ടി എല്ലാ റൂമിലും ഇൻഹേലർ നിറച്ചു വെച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പൊ എല്ലാ റൂമിലും ദൂതന്മാരും ഗോൾഡ് ഡസ്റ്റുമാണ്. ഹല്ലേലൂയ. ഇതാണ് മഹത്വത്തിന്റെ തലം. ഓ റാബാഷേക്കെ റെഫിനിയാറ്റസിയ. പറഞ്ഞോട്ടെ ആന്റി. അതുപോലെ എൻ്റെ ബാഗിനകത്ത് അഥവാ പുറത്ത് പോകുമ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ മറന്നു പോയാല് വഴിയിൽ വെച്ച് ശ്വാസം മുട്ടിയാലോ എന്ന് ഓർത്ത് അത് കരുതി വെച്ചേക്കും. അതുപോലെ എൻ്റെ സ്കൂട്ടറിനകത്ത് ഒരു ഇൻഹേലർ എപ്പോഴും ഇട്ടേക്കും. അങ്ങനെയാ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം മുതൽ ഒരു ദിവസം ഇന്നെന്താ മരുന്ന് വലിച്ചില്ലല്ലോ, ഇന്നലെ രാത്രി ഓർത്തു. പിറ്റേ ദിവസം രാവിലെ ഇല്ല, ഉച്ചയായിട്ടില്ല, വൈകിട്ടില്ല. അങ്ങനെ ഇന്ന് 8ാമത്തെ ദിവസം. ഇതുവരെ പിന്നെ ഞാൻ ആ സാധനം തൊട്ടിട്ടില്ല. ആന്റി ഒന്നുകൂടെ ഒന്ന് കാണിച്ചേ. 2-3 ഇൻഹേലർ ഒന്ന് എടുത്ത് കാണിച്ചേ, ആൾക്കാരെ ഒന്ന് കാണിച്ചേ. ആന്റിയുടെ ഇത് വളരെ ദുരനുഭവമാണ്. ഞാൻ വീസിംഗ് ഉള്ളവരുടെ, ആസ്മ ഉള്ളവരുടെ അനുഭവം കണ്ടിട്ടുണ്ട്. വളരെ നിങ്ങൾ കണ്ടോ ആ ഇൻഹേലേഴ്സ് കണ്ടോ? വളരെ വിഷമിപ്പിക്കുന്ന അനുഭവമാണ്. അതിൽ നിന്ന് 41 വർഷമായ ആ അനുഭവത്തിൽ നിന്ന് കർത്താവ് ഗ്ലോറി റലം ഇറങ്ങിയപ്പോൾ പൂർണ്ണ സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ ഒരുമിച്ച്. യെസ് ആന്റി. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതുപോലെ ഗുളികളൊന്നും അല്ല നിങ്ങളെ ജീവിപ്പിക്കുന്ന, യേശു ജീവിപ്പിക്കും. മഹത്വത്തിന്റെ റലത്തിൽ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ദൈവം സൗഖ്യമാക്കിയെന്ന് പറഞ്ഞപ്പോ പോലും ആസ്മയ്ക്ക് ഒരു വിടുതല. എന്റെ ആസ്മ, കാരണം ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള എന്റെ ആസ്മയ്ക്ക് ഒരു വിടുതൽ കിട്ടുമെന്ന് ഞാൻ ഓർത്തില്ല. പക്ഷെ ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ രീതിയിൽ അതിൽ നിന്ന് എന്നെ പൂർണ്ണ വിടുതലിന്റെ ജീവിതം. ഇപ്പൊ എനിക്ക് ഒരു പ്രയാസവും ഇല്ല. ഞാൻ ഏത് നേരം ഇങ്ങനെ നോക്കും, ഇപ്പോഴെന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എന്റെ ലങ്സ് ക്ലിയർ ആയി. ആമേൻ, 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 ആമേൻ. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് വേഗത്തിൽ മറ്റു ടെസ്റ്റിമണികൾ ഒന്ന് ഓടിച്ച് പറയാമോ? കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന ടെസ്റ്റിമണികൾ ഒന്ന് ഓടിച്ച്, അധികം സമയം എടുക്കണ്ട, ഒന്ന് ഓടിച്ച്. ആ ലാഫിങ് കിട്ടിയത്, ആ റോറിങ് കിട്ടിയത്, ആ അനുഭവങ്ങൾ ഒന്ന് ഓടിച്ച് പറഞ്ഞാട്ടെ. എന്റെ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള ഒരു അനുഗ്രഹം സംഭവിച്ചത് എന്നാന്ന് വെച്ചാല്, എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 2 വർഷമായി. പുള്ളി ഒരു എയർഫോഴ്സുകാരനായിരുന്നു. പുള്ളിയുടെ പെൻഷൻ എനിക്ക് കിട്ടാൻ ഒരിക്കലും സാധ്യത ഇല്ലാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ അതിന്മേലുണ്ടായിരുന്നു. എന്റെ വിശദീകരണം ഒന്നും ഇപ്പൊ പറയാൻ പറ്റിയല്ല. അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഈ പ്രയറിലേക്ക് കടന്നു. എനിക്ക് അത്ഭുതകരമാവണ്ണം അതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. അതൊരു വലിയ വിടുതൽ. കാരണം എന്റെ മരണം വരെ എനിക്ക് ജീവിക്കാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ അവിടെ ക്രമീകരിക്കപ്പെട്ടു. അത് വലിയൊരു അത്ഭുതം. അതുപോലെ തന്നെ ഈ പ്രയറിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം ലാഫിങ്ങിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ടെന്ന് കേൾക്കുന്നു. പക്ഷെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. ജാക്സൺ ബ്രദർ ഒരു ദിവസം ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞു, ഞാൻ ഇന്ന് മീറ്റിങ്ങിൽ പങ്കെടുത്തത് പ്രാർത്ഥിച്ചിട്ടല്ല, ചിരിച്ച്. ലാഫിങ് ആയിരുന്നു ഇന്ന് എന്റെ പകല്. വീട്ടുകാർ പോലും അത്ഭുതപ്പെട്ടു പോയി, എനിക്ക് എന്ത് പറ്റിയെന്ന് ഓർത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് അതെങ്ങനെ ചിരിച്ചിട്ട് മീറ്റിങ്ങിൽ കയറിയാലെന്ന് ഓർത്ത് ഞാൻ സാറായി ചിരിച്ച പോലെ ഞാനും ഒന്ന് ചിരിച്ചു. പക്ഷെ അന്ന് രാത്രിയില് ഒരു പ്രയർ കഴിഞ്ഞു. ഞാന് കട്ടിലേ കയറി ഇരുന്നോണ്ടാ ദൂത് കേൾക്കുന്ന. കുറെ നേരമൊക്കെ എന്തെങ്കിലും നല്ല പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. ഈ സൂം മീറ്റിംഗ് കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കിടക്കാനായിട്ട് ഒരുങ്ങിയിരുന്നു. ഞാനൊരു 8:30 ആയപ്പോ പതുക്കെ അങ്ങ് ചിരിക്കാൻ തുടങ്ങി. എന്തിനാ ചിരിന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ചിരി തുടർന്ന് ഒരു 1.5 മണിക്കൂറാണ്. അത് എന്റെ കയ്യിലുണ്ട്. ഞാനത് എന്റെ ഒരു സുഹൃത്തിന് ആ സമയത്ത്, ഇത് ആരോടും പറയാൻ പറ്റിയില്ല, എന്താ കാണിക്കുന്നതെന്ന് അറിയില്ല. അത്രയ്ക്ക് എന്തിനാ ഞാനിങ്ങനെ ചിരിക്കും, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയിട്ട് ഒരു തരത്തിലും എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത ഒരു സുഹൃത്തിന് അയച്ചു കൊടുത്ത് അത് ഞാൻ ഇവർക്ക് പങ്കുവച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ചിരി. സത്യത്തിൽ ഞാൻ ജീവിതത്തിൽ അധികം ചിരിച്ചിട്ടുള്ള ആളല്ല, കരഞ്ഞിട്ടേ ഉള്ളൂ എന്നും. അതായിരുന്നു എന്റെ ജീവിതാനുഭവം. പക്ഷെ ഇപ്പൊ എന്റെ ജീവിതം ചിരിയാണ്. സന്തോഷവും ചിരിയും ആയിട്ട് എന്റെ ജീവിതത്തെ ദൈവം മാറ്റി.